വളരെ രസകരമായൊരു കാര്യമാണ് ആദ്യം പറയാനുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്രയില്ലേ, ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വിവരാവകാശ മറുപടി എത്തിയിട്ടുണ്ട്. മറുപടി കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വിവാദമായ കൊച്ചി ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് യാതൊരു വിവരവും പുറത്തുവിടാൻ സാധിക്കില്ല എന്ന വിചിത്രമായ മറുപടിയാണ് കേരള പോലീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞാണ് പോലീസ് ഇതിൽ നിന്നും മുങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി നിക്ഷേപകരെ കാണാൻ പോയ ഒരു യാത്രയുടെ ലോഗ് ബുക്കുകളും കണക്കുകളും പുറത്തുവിട്ടാൽ എങ്ങനെയാണത് അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയാകുന്നത്? അപ്പോൾ ഇതിലെന്തോ വലിയൊരു കള്ളക്കളി നടന്നിട്ടില്ലേ എന്നൊരു സംശയം സ്വാഭാവികമായും ആർക്കായാലും തോന്നില്ലേ? സംഭവം എല്ലാവരുടെയും മനസ്സിൽ കാണുമല്ലോ അല്ലേ? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാർ വാടകയ്ക്കെടുത്തിട്ടുള്ള ഹെലികോപ്റ്ററിൽ പെട്ടെന്നൊരു ദിവസം കൊച്ചിയിലേക്ക് പറക്കുന്നത്. സർക്കാർ ഹെലികോപ്റ്റർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കേണ്ടത്. എന്നാൽ കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രി നേരെ പോയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തൻ്റെ ഭാര്യാപിതാവിനെ കാണാനാണ്. വാർത്ത പുറത്തു വന്നതോടെ ഇത് വലിയ വിവാദമായി. സർക്കാർ വക ഹെലികോപ്റ്റർ സ്വന്തം ആവശ്യത്തിനെടുത്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം രംഗത്തെത്തി. പക്ഷേ നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിവാദത്തിലെ യഥാർത്ഥ പ്രശ്നം ഈ ഹെലികോപ്റ്റർ യാത്രയോ അതല്ലെങ്കിൽ അമ്മായിയപ്പനെ കാണാൻ പോയതോ ഒന്നുമല്ല. നമ്മൾ കുറച്ച് വൈകാരികമായി ചിന്തിക്കുന്നവരാണല്ലോ. തൻ്റെ കുടുംബത്തിലെ ഒരു കാരണവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയാണ് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ജനങ്ങൾ അതങ്ങ് വിട്ടുകളഞ്ഞേനെ. അതിൽ ഒരു മാനുഷിക പരിഗണന ആർക്കായാലും തോന്നും. അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ശരിക്കും പിഴച്ചത്. ഈ കാര്യം ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി ഒരു പച്ചക്കള്ളം അദ്ദേഹം കാച്ചിവിട്ടു. താൻ പോയത് കുടുംബകാര്യത്തിനല്ല, മറിച്ച് ഡൽഹിയിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു വൻകിട ഇൻവെസ്റ്ററെ അടിയന്തരമായി കാണാൻ പോയതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. ഈ നുണ എത്രത്തോളം വലിയൊരു കോമഡിയാണെന്ന് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹം 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കണം. ആദ്യ ദിവസം സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: തമിഴ്നാട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് ഡൽഹിയിലേക്ക് മടങ്ങണമായിരുന്നു. വന്ദേഭാരതിൽ പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ പോകുന്നതിന് മുൻപ് അവരുമായി സംസാരിക്കാനാണ് ഞാൻ ഓടിപ്പിടിച്ച് ഹെലികോപ്റ്ററിൽ പോയത്. കേൾക്കുമ്പോൾ തന്നെ നല്ല ഒന്നാം തരം സിനിമാ കഥ. എന്നാൽ പിറ്റേ ദിവസം മാധ്യമങ്ങൾ വീണ്ടും മയക്കം കൊണ്ട് ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്ലേറ്റ് മാറി. രഹസ്യമായി പലരെയും കാണേണ്ടി വരും, ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്ത് ഉള്ളതുകൊണ്ട് അവരെ അവിടെ വച്ച് കണ്ടു എന്നായി പുതിയ വാദം. നിങ്ങൾ നോക്കൂ, അടിയന്തരമായി കാണാൻ പോയതാണെന്ന് തലേ ദിവസം പറഞ്ഞയാൽ പിറ്റേ ദിവസം താൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കണ്ടു എന്ന് മാറ്റി പറയുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ മാറ്റി പറയുമ്പോൾ നമ്മളൊക്കെ വിഡ്ഢികളാവുകയാണോ? ഈ നുണയ്ക്ക് പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക ഡാറ്റകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമയമാണിത്. ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്നും ലക്ഷങ്ങൾ മാസവാടക നൽകിയാണ് സർക്കാർ ഈ ഹെലികോപ്റ്റർ നിലനിർത്തിയിരിക്കുന്നത്. വാടകയ്ക്ക് പുറമെ അത് പറക്കുന്ന ഓരോ മണിക്കൂറിനും ശരാശരി 1.5 ലക്ഷത്തോളം രൂപ വേറെയും നൽകണം. എന്നാൽ മാസവാടക സർക്കാർ നൽകുന്നത് കൊണ്ട് ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ഇതേ ഹെലികോപ്റ്റർ ഇടതു സർക്കാർ അന്ന് വാടകയ്ക്ക് എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചവരിൽ ഒരാളാണ് ഈ പറയുന്ന വി ഡി സതീശൻ. അങ്ങനെയുള്ള സതീശൻ സ്വന്തം ആവശ്യത്തിന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അയ്യേ, അതിലെന്തോ ഒരിതില്ലേ? അമ്മായിയപ്പനെ കാണാൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കാറിലോ ട്രെയിനിലോ പോകുന്നതിന് പകരം ജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് ലക്ഷങ്ങൾ ചെലവാക്കി പറന്നത് പോരാഞ്ഞിട്ടാണോ അതിൻ്റെ മുകളിൽ ഈ ഇൻവെസ്റ്റർ കഥ കെട്ടിവയ്ക്കുന്നത്? എന്തിനായിരുന്നു ഇത്തരത്തിലുള്ള വലിയ വലിയ കള്ളങ്ങൾ സതീശൻ പറയുന്നത്? ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തു കള്ളം പറഞ്ഞാലും പിടിക്കപ്പെടുമെന്ന് അറിയാത്ത ആളാണോ നമ്മുടെ മുഖ്യമന്ത്രി? ഇനി ഇൻവെസ്റ്റർ മീറ്റിങ്ങിൻ്റെ ഔദ്യോഗിക ഡാറ്റകളിലേക്ക് വരാം. കേരളത്തിലൊരു വ്യവസായ നിക്ഷേപം വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കിൻഫ്ര തുടങ്ങിയവ ഉൾപ്പെട്ട വലിയൊരു വ്യവസായ വകുപ്പ് തന്നെയുണ്ട്. കോടികളുടെ നിക്ഷേപം സംസാരിക്കാൻ ഒരാൾ വരുമ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ അതല്ലെങ്കിൽ ആ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോ എങ്കിലും കൂടെ ഉണ്ടാകണം എന്നതാണ് സംസ്ഥാനത്തിൻ്റെ പ്രോട്ടോകോൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ മാത്രം 100 കണക്കിന് പുതിയ സംരംഭങ്ങൾ വന്ന സംസ്ഥാനമാണിത്. അതിനൊക്കെയുള്ള കൃത്യമായ മിനിറ്റ്സും ഫയലുകളും സർക്കാർ ഡാറ്റാബേസിൽ ലഭ്യമാണ്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ അജ്ഞാത ഇൻവെസ്റ്ററെക്കുറിച്ച് വ്യവസായ വകുപ്പിലെ ഒരു ഫയൽ പോലും ഒരക്ഷരം രേഖപ്പെടുത്തിയിട്ടില്ല.
മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളിലോ ഇത്തരമൊരു മീറ്റിംഗ് നടന്നതായി യാതൊരു റെക്കോർഡുമില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ഡാറ്റാബേസിൽ ഇല്ലാത്ത ഒരു നിക്ഷേപകനുമായി മുഖ്യമന്ത്രി രഹസ്യ ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാമാന്യ ബോധമുള്ളവർക്ക് കുറച്ച് പാടാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് സംസ്ഥാനത്തെ ബാധിക്കുന്ന ഇത്രയും വലിയൊരു കാര്യത്തിൽ അദ്ദേഹം ജനങ്ങളോട് ഇങ്ങനെ കള്ളം പറഞ്ഞത്? ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഡാറ്റയുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഏറ്റവും വലിയ വാഗ്ദാനം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? പൂർണ്ണ സുതാര്യത, അഴിമതിരഹിത ഭരണം എന്നൊക്കെയായിരുന്നു അവരുടെ പ്രകടന പത്രികയിലെ പ്രധാന ഹൈലൈറ്റുകൾ. ഒരു ഫയൽ പോലും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വയ്ക്കില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ് ഇപ്പോൾ ഒരു സാധാരണ വിവരാവകാശ അപേക്ഷയ്ക്ക് മുന്നിൽ പോലീസ് സുരക്ഷയുടെ പേരും പറഞ്ഞ് മുട്ടുവിറച്ചു നിൽക്കുന്നത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തപ്പോൾ അതിലെ സാമ്പത്തിക ദൂർത്തിനെതിരെ നിയമസഭയിലും പുറത്തും ഏറ്റവും കൂടുതൽ കണക്കുകൾ നിരത്തി സമരം ചെയ്തവരാണ് UDF എന്നുകൂടി ഓർക്കുമ്പോഴാണ് ഈ നുണയുടെ യഥാർത്ഥ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. സതീശൻ്റെ ഈ കള്ളങ്ങളും ഇപ്പോഴുള്ള വിവാദങ്ങളും അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇനി നിയമസഭയിലേക്ക് കടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നിയമസഭ ചേരുമ്പോൾ പ്രതിപക്ഷം ഇതൊരു അടിയന്തര പ്രമേയമായി കൊണ്ടുവരും. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസും നൽകും. കാരണം പുറത്ത് മാധ്യമങ്ങളോട് കള്ളം പറയുന്നത് പോലെയല്ല സഭയ്ക്കുള്ളിൽ ഒരു വ്യാജരേഖ വയ്ക്കുന്നത്. അത് വലിയ കുറ്റമാണ്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളതുകൊണ്ട് സ്പീക്കറെ ഉപയോഗിച്ച് അവർ ഈ നോട്ടീസുകളൊക്കെ തള്ളിക്കളയാനാണ് സാധ്യത. സഭയ്ക്കുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ അവർ പരമാവധി നോക്കും. അവിടെ വച്ച് ഈ വിഷയം അവസാനിക്കുമെന്ന് മുഖ്യമന്ത്രി കരുതിയെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. യഥാർത്ഥ ത്രില്ലർ തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. നിയമസഭയുടെ വാതിലുകൾ അടഞ്ഞാൽ പിന്നെ ഈ കളി നേരെ പോകുന്നത് കോടതിയിലേക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ വിവരാവകാശ രേഖയുണ്ടല്ലോ, വിവരങ്ങൾ നിരസിച്ച പോലീസിൻ്റെ നടപടിക്കെതിരെ നേരെ വിവരാവകാശ കമ്മീഷനിലോ ഹൈക്കോടതിയിലോ അപ്പീൽ പോയാൽ കളി മാറും. രാജ്യസുരക്ഷയുടെ പേരും പറഞ്ഞ് ഒരു മുഖ്യമന്ത്രിയുടെ ആശുപത്രി യാത്രയുടെ ലോഗ് ബുക്ക് പൂഴ്ത്തിവയ്ക്കാൻ ഒരു കോടതിയും കൂട്ടുനിൽക്കില്ല. കോടതി ഇടപെട്ട് ആ രേഖകൾ പുറത്തു വരുന്ന നിമിഷം സതീശൻ ശരിക്കും പെടും. കാരണം വ്യക്തിപരമായ യാത്രയെ ഒഫീഷ്യലാണെന്ന് രേഖപ്പെടുത്തിയാൽ അത് കൃത്രിമം കാണിക്കലാണ്. അത് വെറും രാഷ്ട്രീയമല്ല, ക്രിമിനൽ കുറ്റമാണ്. കൂടാതെ രഹസ്യമായി ഇൻവെസ്റ്ററെ കണ്ടു എന്നൊക്കെ കോടതിയിൽ പോയി പറഞ്ഞാൽ അഴിമതി നിരോധന നിയമപ്രകാരം വലിയൊരു അന്വേഷണം തന്നെ സർക്കാരിന് നേരിടേണ്ടി വരും. സുതാര്യതയില്ലാത്ത ഈ മീറ്റിങ്ങിൻ്റെ പേരിൽ എന്തെങ്കിലും അഴിമതിയോ അട്ടിമറിയോ നടന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് അവിടെ വിയർക്കേണ്ടി വരും. സഭയ്ക്കുള്ളിൽ സ്പീക്കറെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോടതികൾ ഈ നുണകൾക്കൊന്നും യാതൊരു വിലയും ഉണ്ടാകില്ല. UDF അധികാരത്തിൽ വരുന്നതിന് മുൻപും അധികാരത്തിൽ വന്നതിന് ശേഷവും നിരവധി രാഷ്ട്രീയ നുണകളും വാഗ്ദാനങ്ങളും ഈ കേരളം കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അതൊരു സ്ഥിരം പരിപാടിയാണെന്ന് വെച്ച് നമുക്കങ്ങ് തള്ളിക്കളയാം. പക്ഷേ ഇതങ്ങനെയല്ല. മുഖ്യമന്ത്രി എന്ന ഔദ്യോഗിക കസേരയിലിരുന്ന് സാങ്കേതികമാണെങ്കിൽ കൂടി ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് തികച്ചും ഔദ്യോഗികമായി പറയുന്ന പച്ചക്കള്ളമാണിത്. ഈ നുണ VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മാത്രമല്ല, ആ മുഖ്യമന്ത്രി പദവിയുടെ ഭാവിക്ക് തന്നെ വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ്. ഒരുപക്ഷെ ആ കസേര തന്നെ തെറിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. വെറുമൊരു ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ തുടങ്ങിയ ഈ വിവാദം ജനങ്ങളോട് കള്ളങ്ങൾ പറഞ്ഞ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.